പേളി മാണി ചേച്ചി ഈ റീലിന് കമന്റ് ഇട്ടാലും നമ്മൾ ചോറിനുള്ളു പറയുന്നു. പ്രവാചകന്മാരെ എടാ ഈ റീല് നമുക്ക് റീക്രിയേറ്റ് ചെയ്താലോ? വേണ്ട. എടാ ഇത് കൊള്ളാം, ഇത് ചെയ്താലോ? വേണ്ടാന്ന്. എടാ പക്ഷെ റീച്ച് ആവൂടാ. എടാ റീച്ചിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. ക്വാളിറ്റി അതിനൊരു മാറ്റമില്ല സ്വരാജെ. ഇവിടെ ക്വാളിറ്റിയും കെട്ടിപ്പിടിച്ചിരുന്നോ? എടാ ക്വാളിറ്റി മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ക്വാളിറ്റി ചെയ്തവർ എവിടെ എത്തിയിട്ടില്ല, നമ്മളും എവിടെ എത്താൻ പോകുന്നില്ല. എന്ന് വെച്ച് ഇമ്മാരി പരിപാടി ഞാൻ ചെയ്യില്ല. നീ ചെയ്യണ്ട. എടാ ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കൊണ്ടുവരുന്ന നീ കേട്ടിട്ടുണ്ടാ? നിന്റെ ഐഡിയക്ക് ഒരു വിലയില്ലടാ. ഏതെങ്കിലും റീല് കണ്ട് റീക്രിയേറ്റ് ചെയ്യണ എങ്ങനെയാണ് നിന്റെ ഐഡിയ വന്നത്? ഈ 2026 നിന്റെ കോപ്പി അടിക്കൊരു മാറ്റമില്ലല്ലോ സ്വരാജേ. കോപ്പിയടിയാ? എടാ നിന്റെ കോപ്പി അടിച്ചേർത്ത് എന്നെ കൊണ്ട് വിളമ്പിക്കേണ്ടത്. എടാ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ലേബറിന്റെ ഐസക് ന്യൂട്ടനെ മുതൽ എഴുത്തച്ഛനെ വരെ വെട്ടിക്കൂട്ടി തുണ്ടുകളാക്കി നിന്റെ കയ്യില് കാലില് ചെരുപ്പില് മുടിയില് റബ്ബറില് സ്കെയിലില് നിന്റെ ഷെഡിയില് വരെ ബിറ്റ് വെച്ച് ജസ്റ്റ് പാസ്സായ നീ കോപ്പിയടിയെ കുറിച്ച് എന്റെ അടുത്ത് മിണ്ടിപ്പോരുത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓഹോ, ഞാൻ പരീക്ഷയ്ക്കേ കോപ്പി അടിച്ചിട്ടുള്ളൂ. നീ എന്നെ കോപ്പി അടിച്ചിട്ടല്ല ജീവിക്കുന്നത്. അയ്യേ നീ എന്താ നീ ഒറ്റക്കുണ്ടാക്കണ പട്ടി? അയ്യേ, പിള്ളേരെ പോലെ തല്ലുണ്ടാക്കുന്ന രണ്ടും. സ്വരാട്ടാ, നിങ്ങ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരിക്കും നിങ്ങ പറഞ്ഞതിലാണ് കാര്യം. ഒട്ടുമിക്ക റീൽസും ഷോർട്സും എല്ലാം വൈറലാവുന്നത് നിങ്ങ പറഞ്ഞ പോലെ തന്നെയാണ്. അങ്ങനെ ആയിട്ട് ഇപ്പൊ എന്തിനാണ് ഇപ്പോ? അതിലെവിടെയാണ് ക്രിയേറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കണം. ഇതിപ്പോ 2 ഐഡിയയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടില്ലേ? എങ്ങനെ എങ്ങനെ എൻ്റെ ഒരു ഫ്രഷ് ഐഡിയ ഉണ്ട്. നമ്മൾ 3 പേരും ടൈറ്റ് ഫ്രെയിമിൽ സ്ക്രീനിലേക്ക് നോക്കി നിന്നിട്ട് പേളി മാണി ചേച്ചി ഈ റീലിന് കമന്റ് ഇട്ടാലും നമ്മൾ ചോറിനുള്ളു പറയുന്നു. വെളിമാണി ആ ഈ റീലില് ആ എന്റെ ഐഡിയ ബെറ്റർ. പിന്നെ അല്ല, പേളി മാണി ചേച്ചി ഇല്ലെങ്കിൽ നമുക്ക് ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ് ഒക്കെ ഉണ്ട് കേട്ടാ. പോടാ